ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ മുന്തിരിത്തോട്ടത്തിന് നടുവിൽ ഒരു യജമാനൻ നട്ട ഒരു അത്തിവൃക്ഷത്തെ നമുക്ക് കാണുവാൻ കഴിയും. അതിന് ചുറ്റും കിളച്ച് അതിന് വെള്ളം നൽകി, അതിന് വളം നൽകി യജമാനൻ ആ അത്തിമരത്തെ ഇങ്ങനെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ യജമാനൻ അതിന് ചുവട്ടിൽ വന്ന് ഫലമന്വേഷിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് അത്തിമരം യജമാനന് വേണ്ടി ഫലം കൊടുക്കുവാൻ തയ്യാറാകണം. യജമാനൻ പ്രതീക്ഷിക്കുന്ന, യജമാനൻ ആഗ്രഹിക്കുന്ന ഫലം ആ അത്തിമരത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണ് അതിന് വേണ്ടുന്ന പരിചരണങ്ങൾ യജമാനൻ അതിന് നൽകുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, യജമാനൻ വായ്പ കൊടുക്കുന്നത് പോലെയാണ്, യജമാനൻ കടം കൊടുക്കുന്നത് പോലെയാണ്, ഈ അത്തിമരത്തിന് ഈ തോട്ടക്കാരൻ കടം കൊടുക്കുന്നത് പോലെയാണ് അതിന് ലഭിക്കുന്ന പരിചരണങ്ങൾ. സർവശക്തനായ ദൈവത്തിങ്കിൽ നിന്ന് നാം നല്ല ദാനങ്ങളെ സ്വീകരിക്കുന്നു. ദൈവം നമുക്ക് വേണ്ടി എത്രയോ നല്ല നല്ല നന്മകൾ നൽകി തരുന്നു, ഉപകാരങ്ങൾ ചെയ്യുന്നു. പക്ഷെ അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ നിന്നും കൈ നിറയെ, യജമാനന്റെ മനം നിറയെ ഫലം നൽകുവാൻ നാം കടപ്പെട്ടവരാണ്. നാം ഓരോരുത്തരും കടപ്പെട്ടവരാണ്. നമ്മുടെ ഹൃദയത്തിൽ നിന്നും കൃതജ്ഞതാ സ്തോത്രങ്ങൾ. എബ്രായ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, അധരഫലമെന്ന സ്തോത്രയാകും. കൃതജ്ഞതാ സ്തോത്രങ്ങൾ അർപ്പിക്കുവാൻ നമുക്ക് കഴിയണം. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം നമ്മിൽ നിന്നും പുറപ്പെടണം. ആത്മാവിൻ്റെ ഫലം, സ്നേഹം, സന്തോഷം, സമാധാനം തുടങ്ങിയതായ ആ ഫലങ്ങൾ നമ്മിൽ നിന്നും പുറപ്പെടുവാൻ ഇടയായിത്തീരണം. അതാണ് ദൈവം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്.